ഹലോ ഗായ്സ്, പലർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. മൈൻക്രാഫ്റ്റ് വീഡിയോസിലോട്ട് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇത് എത്രാമത്തെ എപ്പിസോഡൊന്നും നോക്കാൻ മറന്നുപോയി ഗൈസ്, സോറി. എന്ന് വെച്ചാൽ വേറെ കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അതിൻ്റെ കുറിച്ച് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 3 കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എന്ന് വ്യാഴാഴ്ച ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണി തൊട്ട് 5 മണി വരെ കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വൈഫൈ വർക്ക് ചെയ്യില്ല. പിന്നെ ആയിട്ടാണ് അന്ന് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ എന്താന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇത് ഒരു മറ്റേ ഗോഡ്സില്ലർ അങ്ങനെയൊക്കെ വലിയ വലിയ ഹൊറർ മോംസുകളൊക്കെ ഇതിൻ്റെ ഒരു വലിയൊരു വീട്ടിലായിരുന്നു. അത് എത്ര 100 ആൾക്കാരൊക്കെ കണ്ടു. അത്രയും ആൾക്കാർ കണ്ടിട്ടും ഒരാളല്ല, ഒരു 10-15 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. പക്ഷെ ഏതോ ഒരാൾ ലൈക്ക് ചെയ്തു. അപ്പം അയാൾക്ക് വളരെ താങ്ക്സ്. എനിക്ക് ലൈക്ക് ചെയ്യാനും തോന്നിയല്ലോ. വേറെല്ലാവർക്ക് ലൈക്ക് ചെയ്യാൻ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും തോന്നിയില്ല. വിഷയമില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബർത്ത്ഡേ ആണ് ഗൈസിന്. എല്ലാവരും വിഷ് ചെയ്യുന്നു വിചാരിക്കുന്നു. വിഷ് ചെയ്യാൻ ഫ്രണ്ട്സുകളുണ്ടായിട്ടും ഒരൊറ്റ ആൾക്കാർ വിഷ് ചെയ്യുന്നുമില്ല, ഒരൊറ്റ ആൾക്കാർ വിളിച്ചണില്ല. അപ്പം നിങ്ങളേലും വിഷ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടെ, നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ, അയൺ കണ്ടുപിടിച്ചണം. പിന്നെ നെതർക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റേത് ലാവ കണ്ടുപിടിച്ചണം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വില്ലേജ് ബ്രീഡറാണ്. അത് കുറച്ച് വിഷയമാണ്. പക്ഷേ നമ്മളെ വില്ലേജ് ബ്രീഡ് ശരിയാക്കുന്നതിന് മുന്നേ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. പക്ഷേ തീരുമാനമാക്കണം എന്നിട്ട് നെതറിൽ പോയേ പറ്റൂ. കാരണം ഇവൻ്റെ മേത്ത് ഇങ്ങനെ രോമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. രോമം ഇങ്ങനെ വടിച്ചെടുക്കുമ്പം അതിന് ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നെതർക്ക് പോയേ പറ്റൂ. പിന്നെ നമ്മളെ മൈനിങ് ഏരിയ അതാണ് സഹിച്ചാൻ കഴിയാത്തത്. കുഴിച്ചാണ്ട് ആഴത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ കുഴിച്ച് അങ്ങോട്ട് പോയപ്പോൾ നേരെ വെള്ളം കണ്ട്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, നമുക്കെന്നാലും ആൾക്കാർ മൂടിയെടുത്താണ്ട് നമുക്ക് അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലേ, അത് ഞാൻ മറന്നുപോയി. ആ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. അതല്ല അതിന് വണ്ടിക്കോ ഒരു പടളകി വരുന്നുണ്ട്. ഇങ്ങോട്ട് കയറാനുള്ള ബുദ്ധി ഒന്നും ഓൽക്കില്ല. അവിടെ ചിലപ്പം കയറാനുള്ള സ്റ്റെപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ആ പടം മൊത്തം എൻ്റെ അടുത്ത് കൊന്നേനെ. ഒരു നല്ലൊരു ഇതില്ല, സോഡുകളൊന്നും ഇല്ലല്ലോ. ഒക്കത്തിൻ്റെ ലൈഫ് പോയിക്കണം. പിക്കാക്സിൻ്റെ പോയി, കോടാലിൻ്റെ പോയി, സോഡിൻ്റെ പോയി. പിന്നെ ഇതിൻ്റെ പേരെന്ന് വെച്ചറിയില്ല, മണ്ണും കൊത്തി എന്ന് പറയാം. അത് മതി, അത് ധാരാളം. ഓക്കെ, ഇത് കുറച്ചുകൂടി റിയാലിസ്റ്റിക് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ആലോചിച്ചൊക്കെ പൊളിയായിരുന്നില്ലേ.
എന്ത് ചെയ്യാൻ റിയലിസ്റ്റിക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ പറ്റില്ലല്ലോ. മൊബൈലിൽ പറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൊബൈലിലെ കാര്യത്തിൽ തീരുമാനമാവും. ഫുഡ് കയ്യിലുണ്ട് നിങ്ങൾക്ക്? ഒരു സ്റ്റേക്കുണ്ട്. അല്ല, ഒരു സ്റ്റേക്കിന് ഒന്ന് കുറഞ്ഞു പോകുന്നു. അത് ഞാനത് ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു 1-2 വൈക്കോല് ചിലപ്പോൾ തീർന്നുണ്ടാവും. ഹൈറ്റൊക്കെ പക്ഷെ നമുക്ക് മൈൻഡ് ചെയ്താലേ പറ്റുള്ളൂ ഗൈസ്. മൈൻഡ് ചെയ്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇന്ത്യയൊക്കെ സ്റ്റോൺ കല്ലെടുത്ത് കിട്ടുള്ളൂ. ഏതായാലും നമ്മുടെ കയ്യിൽ ഒരു 3 അയണുണ്ട്. ആ അയൺ വെച്ചാണ്ട് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് എന്നല്ല അത് അതിന്. അപ്പം പാരത്ത് ഇതൊക്കെ ഇനി 3 അയൺ എടുക്കുക. ഒരയണും വെക്കുക. നല്ല അങ്ങോട്ട് അവിടെ അല്ലേ വെക്കണ്ട, ഇവിടെ. ഓക്കെ, നമുക്കിനി മൈൻഡ് ചെയ്ത് പോകാം. ഗ്ലാസ് ഇപ്പോൾ അതിനെ വെച്ച് ഗ്ലാസ് നമ്മൾ സ്റ്റോറേജ് ബോക്സിൽ കൊണ്ടു വെക്കാം. ഏതിലപ്പം ഞാൻ ഗ്ലാസ് വെക്കൽ? ഇതിനായിട്ടൊരു അടയാളം വെക്കണമല്ലേ. അതാകുമ്പം മറന്നു പോവാണ് ഏതിലെ ഗ്ലാസ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ. ഈ ഭാഗത്താണോ? ഈ ഭാഗത്ത് വേറെ ഗ്ലാസ് അവിടെ. ഗ്ലാസ് സോംബിയുടെ മീറ്റ്, പിന്നെ ഗ്ലാസ് ഉണ്ടാക്കാല്ലേ ഈ ഒരു ഇത്. അപ്പോൾ ഇതിലൊക്കെ ഇതിൽ വെക്കാല്ലേ. ഇതിലൊക്കെ സ്റ്റോൺ കല്ലൊക്കെ മറ്റാണ്. അപ്പോൾ ഇതിൽ വെക്കണത്. ഇതിൽ ഇങ്ങനത്തെ സംഭവം ഞാൻ വെച്ചിട്ടില്ല. അതിട്ട് പകരം വെക്കണ്ട. ഇതിൽ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് നേരെ മൈനിങ്ങിലോട്ട് പോവാം. ഇതെങ്ങനെ ഇതൊക്കെയാ വല്ല ശവക്കല്ലറമാര്. ശവക്കല്ലറ ഉദ്ദേശിച്ചതെന്ന് വെച്ചാലേ ഇതൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുരിശുമാതിരി ഇങ്ങനെയല്ലേ. ഇതിൽ ഞാൻ ഹോറസ് നോബൊന്നും കയറ്റി വെച്ചിട്ടില്ലല്ലോ ഇതിന്. ഇതിപ്പോൾ നോർമൽ വേൾഡാണ്. നോർമൽ വേൾഡിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ എങ്ങനെ വരും അർച്ചനെ? ഇതിലാവട്ടെ, നമുക്ക് നേരെ മൈനിലോട്ട് പോവാം. പക്ഷേ മൈനിങ്ങിലോട്ട് പോകാനായിട്ട് ഇതുണ്ട്. ഈ തലേൻ്റെ മുകളിൽ ഈ കല്ല് നമ്മൾ തട്ടിയിട്ട് തല മുറിയാവുണ്ടോ എന്തോ. തലയിലാണ് ഹെൽമെറ്റ് ഇട്ടില്ല. മൈനിലോ അപ്പോൾ സ്കെൽറ്റൻ മാമനുണ്ട്. സ്കെൽറ്റൻ മാമൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പാക്കി ഉണ്ടാക്കേണ്ടി വരും. സ്റ്റെപ്പാക്കി ഉണ്ടാക്കി വെച്ചാൽ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല സ്കെൽറ്റനോ അല്ലെങ്കിൽ സോംബി കാര്യങ്ങളൊക്കെ കയറി വരും. ഇവിടെ അല്ല, നമ്മളിത് ഒന്ന് ഇവിടെ വെക്കണം. ചാടണം. ഒന്നിവിടെ വെക്കണം. ഒന്നിവിടെ വെക്കണം.
തുടങ്ങി. പോവാം. കുഴിക്ക് ചാടിച്ചാൽ സ്കെൽറ്റൻ എനിക്ക് ജയില് മീത്ത് ആർമറില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൊന്നേനെ തന്നെ. കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്. വിഷയമില്ല. നൈറ്റാകാൻ തുടങ്ങിയല്ലേ? നൈറ്റായി. ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടൊന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഗൈസ് ഞാൻ നൈറ്റ് സ്കിപ്പ് ചെയ്താണ്ട് വരാമെന്ന് പറഞ്ഞാണ്ട് സ്റ്റോപ്പാക്കിയില്ലേ? ആ സ്റ്റോപ്പാക്കി കയ്യിൽ ഈ ഒരു ഭാഗത്തു നിന്ന് എൻ്റെ കൊച്ചും കൊണ്ട് വരുന്നു. ആ കൊച്ചു സോമ്പി അതാണെങ്കിൽ വലിപ്പമില്ലാത്തൊരു സോമ്പി. അടിച്ചാൻ പോലും ചുമന് കിട്ടുള്ളവനെ. ഇതാ ഈ ഒരു ഇതിൻ്റെ വലിപ്പം, നമ്മൾ ഈ വിളക്കിൻ്റെ ടോർച്ചിൻ്റെ വലിപ്പം. കെട്ടിയെടുത്തോ? പോണുണ്ട്. പോണം. പിടിച്ചോ. എങ്ങോട്ടേക്ക് പോണത്? എങ്ങോട്ടും പോവില്ല. ഇവിടെ തന്നെ നൈസിന് പോവാണ്ട്. എന്താ പാണ്ട് ഈ തല മുട്ടണ ഭാഗങ്ങളൊക്കെ ഒന്നും ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. ഗൈസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നുണ്ടെങ്കിൽ ആ ക്രീപ്പറോ ഇതെന്താ ഞാൻ കണ്ടതിന് ഞാൻ കണ്ടില്ല. ഇല്ല പിന്നെന്താ ഓളതിനവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒന്നുണ്ട് പൊട്ടിത്തെറിച്ചിരുന്നുണ്ട്. ജീവമാണിന്ന് പാഞ്ഞോട്ട്. ഇപ്പം അതിലൂടെ പോകാൻ പറ്റില്ല. പോയാൽ അവർ പൊട്ടിത്തെറി ഉണ്ടാവും. എന്ത് ചെയ്യും? നമുക്ക് മൈനിങ്ങിൽ പോകും വേണം, ഡയമണ്ട് കിട്ടും വേണം, നെതറിൽ പോകും വേണം, ഇവരുടെ കാര്യത്തിൽ വേണ്ടി തീരുമാനമാക്കും വേണം. ഒക്കെപ്പാടെ ഒരു ടൈം കിട്ടുന്നില്ല. ഇതിൽ നമ്മൾ ടൈം ഉണ്ടാക്കലാണ്. ഓക്കെ, എങ്ങനെയും ആ ക്രീപ്പറിൻ്റെ ആർക്ക് തീരുമാനമാക്കാൻ കഴിയും നോക്കട്ടെ. ചിലപ്പോൾ ഡീസ്മോണായി പോയിട്ടുണ്ടാവും ഇല്ലേ? പോയൊക്കെയല്ലേ അറിയുള്ളൂ. പോയിക്കണല്ലേ? ഡീസ്മോണായി പോയി. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി തല മുട്ടാത്ത രീതിയിലാക്കി. കണ്ടോ? അപ്പോൾ നമ്മൾ തല മുട്ടൂല. കണ്ടോ? ക്യാമറിൻ്റെ തല മുട്ടുണ്ട്. ആയിട്ടാണ് അങ്ങനെ വെക്കണത്. സ്കെൽറ്റൻ സോംബി കാര്യങ്ങളൊക്കെ എല്ലാവരുണ്ട് അവിടെ. ഇപ്പോൾ ഈ മൈനിങ് ഏരിയയിൽ നിൽക്കില്ല ഗൈസ്. കാരണം ഓലൊക്കെ നമ്മളെ പണ്ണും ആകെ ഒരു പൊട്ടാനായ സോഡുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ആ ധൈര്യം ഉണ്ട്. എനിക്ക് അത്ര ധൈര്യമില്ല. അത് കുറച്ചൊക്കെ നല്ലല്ലോ. അത് ഇല്ലാത്തത് ഓനും മണ്ണി തകർന്നാതെ ആള് പരാവും. ഓനും മണ്ണി. ഇതിനൊക്കെ ഒരു ലൈഫ് നോക്കിയാൽ ഇത്രയും ലൈഫ് ഒരൊറ്റ ലൈഫും പോലെ ഇവൻ കാണില്ല. എന്നിട്ട് അതിന് തീർത്തി മൂന്നെണ്ണത്തിന്. ഗുഡ് ജോബ് മാൻ. ഞാനിന്ന് കയറി വരാണ്ടോ? ഉണ്ട്. ക്രീപ്പർ ഉണ്ട്, സ്കെൽറ്റൻ ഉണ്ട്, സോംബി ഉണ്ട്. ഞാൻ കയറി വരാമല്ലോ. ആരുമില്ലല്ലോ. പക്ഷെ എങ്ങനെ ചെല്ലും കേസ് അടിക്ക്? വില മുന്നും കൊടുത്താണ് വെച്ച് പോകേണ്ടത്. അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു മൈനിങ് ഏരിയ കിട്ടിയില്ല. ഇത് നല്ലൊരു ഐഡിയ ആണോ അറിയില്ല.
എന്നാലും നമുക്ക് മൈൻഡ് ചെയ്തേ പോകാം. ഓടോട്ടി ഓടുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് എന്നിട്ട് നമുക്ക് അടിയിലേക്ക് മൈൻഡ് ചെയ്ത് പോവാം. ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ അല്ല, എന്നിട്ട് തൊട്ട് ഈ ഒരു ഭാഗത്ത് ടോർച്ചും വെക്കുക. ഒരു ബ്രെഡ് നിന്ന് ഇനി നേരെ മൈനിങ് ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ അതെന്താ ഞാൻ തൊട്ടിട്ടുള്ളൂ. അപ്പോതിനോ ചത്ത് തൊട്ടിട്ടുള്ളൂ. അപ്പോതിനും ചത്തുന്ന്. ഇപ്പം എന്ത് വിക്കാക്സ് എടുത്ത് ഓടാനായിട്ട് ഓനും തൊട്ടിട്ടുള്ളൂ. അപ്പോതിനോ ചത്ത്. പക്ഷെ അവൻ്റെ നിന്നൊന്നും എന്തെങ്കിലും കിട്ടിയ ഒരു പച്ച ലൈറ്റ് പോലത്തെ സാമ്പല്ലേ, ഒരു പച്ച കൂട് പോലത്തെ സാമ്പ് ഒന്നും കിട്ടുന്നുണ്ടില്ല. എന്തിരാട്ടെ, ഏതായാലും അവരെ ഇന്ന് രക്ഷപ്പെട്ടില്ല. അത് മതി. എല്ലാം എന്തില്ല എന്ന് പറയാം. വരുന്നു നല്ലത്. തലിന തലിനുണ്ട് ഇവിടെ വാങ്ങുവാസില്ലേ. ചത്ത് ഒരു തമ്മിൽ ഔട്ടായിട്ട് നല്ല ഒരു തല്ല് കൊല്ല് എന്താ വെച്ചാൽ കട്ടട്ടെ ഞാൻ പൊട്ടെ. ആ 2 ലൈഫ് 3 ലൈഫായി. ഓക്കെ വേഗിച്ചല്ല. ഇപ്പം ചത്തിന് ഞാൻ ഇനിയല്ല കൊച്ചുമുണ്ട അവരെ സോമ്പിറ്റ വന്നാലേ തീർന്നു. എൻ്റെ പണി തീർന്നു. അവൻ്റെ ഒരടിക്കുള്ളൂ ഞാനിഞ്ഞ്. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ വെട്ടീന്. വാതിലൊന്നും അടിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ഉണ്ടാവില്ലാന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. വാതിലടിച്ചാലും അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു സ്റ്റോണിൻ്റെ ഒരു സ്റ്റോഡ് നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതാ. എപ്പോൾ ആവശ്യം വരാമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ സെറ്റ്. നമുക്ക് നേരെ മൈലിനായിട്ട് പോവാം. ഞാൻ അതിനാ ഡയമണ്ടില്ല കൂടുതലുണ്ടാവുന്ന സ്പോണെന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ, ആ ഒരു സ്ഥലത്തിലോട്ട് എത്തിക്കോട്ടെ. എത്താൻ കഴിയുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം നമുക്ക്. അപ്പം അടുക്കത്താൻ നോക്കാൻ കഴിയും നോക്കാം. അപ്പം വീഡിയോ ഒന്നുകൂടി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ യെസ് ഗൈസ്, ഇപ്പോൾ നമ്മളെ ഫാസ്റ്റത്തെ ടൈമാണ് ഗൈസ്. ഫാസ്റ്റത്തെ ടൈമാണ്. 1 2 3 4 5 ടൈമാണായി. യെസ് 5 ടൈം 6 ഗോൾഡ് കിട്ടി. മോനെ അപ്പം നമുക്കിനി നമ്മൾ മൈൻഡ് ചെയ്ത് പോയേക്കാം. ഇനി നെക്സ്റ്റ് ടൈമോട് കിട്ടുപോട്ടെ. അതുവരെ നമുക്ക് മൈൻഡ് ചെയ്ത് നോക്കാം. അത് വീഡിയോയിൽ കാണിക്കണം. ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ബോറാവും. ഫാസ്റ്റ് മൈനിങ് ആകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ അധികം ഫാസ്റ്റൊന്നുമില്ല, അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലും തുടങ്ങും. അപ്പോൾ വീഡിയോ കാണാനും രസമൊന്നും ഉണ്ടാവില്ല. അപ്പം ഡയമണ്ട് കിട്ടിയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
തൊട്ടപ്പുറത്തുള്ള ബെല്ലമട്ട അമർത്തുക. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇപ്പം ഡയമണ്ട് കിട്ടിയോണ്ടല്ല ഇപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയത്. അതെന്ന് വെച്ചാൽ അടുത്ത അപ്ഡേറ്റ് അല്ല, കാര്യത്തിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നതിന് ഞാൻ ഓരോ ഇതിലോട്ട് അപ്ഡേറ്റ് ആവും പറഞ്ഞിരുന്നതിന്. ഫസ്റ്റ് ഇങ്ങനെ വുഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റോണിൽ നിന്നായിട്ട് ഇങ്ങനെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കും പറഞ്ഞിരുന്നതിന്. അപ്പം അതിനുള്ള ഒരു സമ്പത്താക്കി, ഒരു പിക്കാക്സ് ഉണ്ടാക്കി, ഒരു കോടാലി ഉണ്ടാക്കി. ഷവല് നമുക്ക് ചിലപ്പോഴേ ആവശ്യം വരുമ്പോൾ എടുക്കാം. സോഡ് എടുക്കണോ? സോഡോട് എടുക്കാം. ഒരു പിക്കാക്സ് കൂടെ ഉണ്ടാക്കാം അല്ലേ, മൈൻഡ് ചെയ്ത് പോകണ്ടല്ലേ. അങ്ങോട്ട് കൊണ്ട് വെച്ചാണ് ഈ നമ്മൾക്കൊക്കെ അപ്പം 2 ഗോൾഡ് മിക്സായി. അപ്പോൾ നമുക്ക് നേരെ മൈനിലോട്ട് പോകാം. ഡയമണ്ട് കിട്ടിയിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അടുത്ത ഡയമണ്ട് കിട്ടിയാണ്. നമുക്ക് ഗോൾഡൻ പിക്കാക്സ് ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ വേണോ? റിസ്ക് എടുക്കണോ? വേണ്ട, നമുക്ക് ഡേറ്റിന് എടുക്കാം. അയൺ പിക്കാക്സ് എടുക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പോയാലോ. എത്ര അയണായി? അയണല്ല, ഡയമണ്ട് 10 ഡയമണ്ടാണ്. 10 കിട്ടിയുള്ളൂ. പക്ഷേ ഈ ഗോൾഡൻ പിക്കാക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് മൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ടൂൾസിൻ്റെ കാര്യങ്ങളിലെ ലൈഫും പെട്ടെന്ന് കുറയുന്നുണ്ട്. നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് മൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മതി. പക്ഷേ കുറേ പിക്കാക്സ് കൊണ്ടുവരുന്നുള്ളൂ, ഇതിൻ്റെ കുറേ വേണ്ടി വരും. അപ്പം ഫാസ്റ്റായിട്ട് മൈൻ ചെയ്യാം. ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ലൈഫും കുറയുകയും ചെയ്യും. അപ്പം ഇനി അടുത്ത ഡയമണ്ട് കിട്ടിയിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ വീഡിയോ ഉണക്കിയെന്ന് വെച്ചാൽ നിങ്ങളെ എത്ര ആൾക്കാർ ഇങ്ങനെ മൈൻ ചെയ്ത് ഇങ്ങനെ പോയേണ്ടി. ചിലവരെന്ത് ചെയ്യും, ഈ ഒരു ഇരുട്ടാകുമ്പോൾ തന്നെ ടോർച്ച് വെക്കും. ഇനി ചിലപ്പോൾ എൻ്റെ പോലെ ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്താ പറ്റ ഇരുട്ടാകുമ്പോൾ ഇരുട്ടാകാണ്ട് ഞാൻ കാണിച്ചുതരാം. കേക്കോട്ട് എടുത്തെടുക്കാം. ഇതാ ഈ ഒരു ഇരുട്ടിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടോർച്ച് വെച്ചു. നമ്മൾ ഇതേമാതിരി തന്നെ ആകുമ്പോൾ എത്രാനും ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടോർച്ച് വെക്കണത്. ചില നേരത്ത് ഇങ്ങനെ ആവരില്ല, ഒറ്റ ഇരുട്ടാകുമ്പോൾ ഞാൻ ടോർച്ച് വെക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ടോർച്ച് ഇങ്ങനെ സേവ് ചെയ്തെടുക്കാൻ. എന്നാലും അത്രയും നേരം നമ്മളിത് മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ ഇരുട്ടാകുമ്പോൾ തന്നെ അപ്പം തന്നെ ടോർച്ച് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ
എന്താവും പെട്ടെന്ന് കഴിയും. ഇതാകുമ്പോൾ എന്താവും പറ്റ ഇരുട്ടാകുമ്പോഴാണ് നമ്മൾ ടോർച്ച് വെക്കുന്നത്. അതുവരെ നമ്മൾ മൈൻഡ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ പെട്ടെന്ന് കഴിയൂല. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലായിടത്തും നമുക്ക് വെളിച്ചം കിട്ടുകയും ചെയ്യും. നല്ലൊരു അയണും കിട്ടി. ഒന്നുള്ളൂ. അതെത്ത് പരിപാടിയാ. നല്ല കാണാം. ചില നേരത്ത് അയണൊക്കെ കുറേ ഉണ്ടാവണം. കുറേ പറഞ്ഞാൽ അത്ര വലിയ ഒരു 5-6 അല്ലെങ്കിൽ 7 ഉണ്ടാവണം. പുത്തത് ആകെ ഒരു അയണ്. ഇതൊക്കെ ഞാൻ വിചാരിച്ചു കുറേ അയൺ ഉണ്ടാവും വിചാരിച്ചേ. ഇതാകുമ്പോൾ ഈ സ്റ്റോണിൻ്റെ ഇത് മാറ്റാം. ഗോൾഡിറ്റാകുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ചെയ്താകുമ്പോൾ കുറേ പെട്ടെന്ന് കഴിയും ചെയ്യും. കോപ്പറിൻ്റെ ആകുമ്പോഴും കോപ്പർ ഉരുക്കിയിട്ടൊക്കെ വേണ്ടേ. കോപ്പർ ഉരുക്കണം, അയൺ ഉരുക്കണം, ഗോൾഡ് ഉരുക്കണം. ആകെ ഉരുക്കാത്തത് സ്റ്റോണ് മാത്രമേ ഉള്ളൂ. സ്റ്റോണ് ഉരുക്കാണ്ട് നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെ പിക്കാക്സ് ഇറക്കിയിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇനി റിയൽ ലൈഫിൽ എങ്ങനെ വെച്ചറിയില്ല. ഏതായാലും മൈൻഡ് ചെയ്തിട്ട് അയണൊന്നും കാണില്ല. അയണല്ല, ഇത് ഡയമണ്ടും ഗോൾഡും ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ പറ്റ ഇരുട്ടാകുമ്പോഴാണ് ടോർച്ച് വെക്കൽ, അല്ലാതെ ചെറിയൊരു ഇരുട്ടാകുമ്പോഴാണ് നിങ്ങൾ ടോർച്ച് വെക്കൽ. ഇതിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ല ഇതുപോലെ കാണാം. എന്നാലേ എന്താവും ടോർച്ച് ലാഭിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇത് കോൾ മൈൻ ചെയ്യാനും പണിയാണ്. കണ്ട് ഇത്രയും ദൂരമൊക്കെയാണ്. നല്ല അത്യാവശ്യത്തിനൊക്കെ വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം ഡയമണ്ട് കിട്ടും നോക്കട്ടെ. ഹലോ ഗൈസ്, ഇപ്പം ഞാനത് അത്രയും മൈൻ ചെയ്ത് പോന്നു. ഞാൻ അവിടുന്ന് ഇവിടെ വരെ മൈൻ ചെയ്ത് പോന്നു. ഞാൻ പകുതി കെട്ടിച്ചുകൊണ്ട് നിർത്താൻ തോന്നണില്ല. നല്ല ഇത് മൈൻ ചെയ്ത് തന്നെ ബോറടിച്ചിട്ടുണ്ട്. പകുതി കെട്ടിച്ച് പോയെന്ന് വെച്ചാൽ ചിലപ്പോൾ 2-3 ബ്ലോക്ക് ബാക്ക് ചിലപ്പോൾ അയണുണ്ടാവും. അയണല്ല, ഡയമണ്ട്. അപ്പം നമ്മൾ മൈൻഡ് ചെയ്ത് നിർത്തവും ശരിയില്ല, ഇതാക്കണം ശരിയില്ല. പക്ഷേ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തട്ടത്ത് വെച്ചാൽ ബോറടിച്ചാണ് ഇത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ അവിടുന്ന് ഇവിടെ വരെ എത്തിയില്ലേ, ഈ കാണുന്ന ചുറ്റിനും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓരോ ഭാഗത്തുകളിൽ ഡയമണ്ടുകളുണ്ടാവും. പക്ഷെ നമുക്കത് കാണൂല. അത് കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ മോഡ്സ് ചേർക്കാണ്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിലായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അയണാവാം, അയണ് അല്ലെങ്കിൽ കോപ്പർ ഈ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയില്ല. ഗോൾഡോ അങ്ങനെ ആവാം, അല്ലെങ്കിൽ റെഡ് സ്റ്റോൺ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഡയമണ്ടും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മൂടി ചേർത്താണ് ഇപ്പം നമ്മൾ ഡയമണ്ടിന് അങ്ങനെ മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ പകുതി കെട്ടിച്ച് പോകണമെന്നിപ്പോൾ ഞാൻ കൊതുക് കടിച്ചിട്ട് നിൽക്കാൻ ആരംഭിച്ച അവിടെ. ഇപ്പം എന്ത് ചെയ്യും നമുക്ക്? 2 ബ്ലോക്ക് നമ്മൾ മുന്നിൽ പോയി. 3ാമത്തെ ബ്ലോക്കിൽ ഡയമണ്ട് കാണില്ല.
ഈ 4ാമത്തെ അടി മുന്നിൽ പോയാൽ അപ്പോഴും അയൺ കാണില്ല, അയണല്ല ഡയമണ്ട് കാണില്ല. അപ്പം വെറുതെ നമ്മളിതായി. ഞാനും ചിലപ്പം മൈൻഡ് ചെയ്ത് നിർത്താനും കഴിയില്ല. ചിലപ്പോൾ നമ്മൾ നിർത്തുന്ന ഭാഗത്തേക്കാരം നിർത്തി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ മൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചാണല്ലോ ഞാൻ നിർത്തിയത്. പക്ഷെ മൈൻഡ് ചെയ്തപ്പോൾ അപ്പം തന്നെ ഒരു 4-5 ഡയമണ്ട് കിട്ടുകയും ചെയ്തു അറിയും. അപ്പോൾ അത് മോശമായില്ലേ, ആയിട്ട് നിർത്താനും തോന്നുന്നില്ല. നിർത്തി ആ ഡയമണ്ട് മിസ്സാവുകയും ചെയ്യും. ആ ഒരു രീതി ആയതുകൊണ്ടപ്പോൾ ഞാൻ നിർത്താത്തതും. മതി, നമുക്ക് നിങ്ങൾക്ക് എത്തിയിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, ഇപ്പം എന്താ വീഡിയോ അത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. പലർക്കും ബൈ.